ഹലോ, ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെറിയൊരു യാത്ര പോകാൻ പോവുകയാണ്. നമ്മുടെ കണ്ണൂരുള്ള മാമാനത്ത് അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അമ്പലത്തിലെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. രാവിലെ എണീച്ചുകൊണ്ട് ആശൂട്ടനും ഉറക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് ഇത് ഇറങ്ങാൻ പോവാണ്. പോകുന്ന വഴിയിൽ അതിമനോഹരമായൊരു കാഴ്ച കണ്ടു. നമ്മുടെ പുതിയ ഹൈവേയിലൂടെ പോകുമ്പോൾ നേരെ കാണുന്നത് ഉദിച്ചു വരുന്ന സൂര്യനാണ് കേട്ടോ. നമ്മൾ ആദ്യം പോകുന്നത് തന്നെ മാമാനത്ത് അമ്പലത്തിലേക്കാണ്. മാമാനം ശ്രീ മഹാദേവി ക്ഷേത്രം അല്ലെങ്കിൽ മാമാനിക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രം എന്നാണ് ശരിയായ പേര്. ഇരിക്കൂറുള്ള ഈ പ്രദേശം മുനിമാരുടെ സങ്കേതമായിരുന്നു എന്നാണ് വിശ്വാസം. അതിനാലാണ് മഹർഷിമാരുടെ സങ്കേതമായ ഈ കുന്നിന് മാമാനിക്കുന്ന് എന്ന പേരുണ്ടായതെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇവിടുത്തെ പ്രധാന ചടങ്ങ് വളരെ പ്രസിദ്ധമാണ്. ജീവിത വിഘ്നങ്ങളെ നാളികേരത്തിൽ സങ്കല്പിച്ച് അതിൽ ദേവീ പ്രതീകമായ നെയ്ത്തിരി സമർപ്പിച്ച് ക്ലേശങ്ങൾ മറികടക്കുന്നതിനായി 3 തവണ കടന്നുവെച്ച് നാളികേരം കൊത്തിയുടക്കുന്ന ചടങ്ങാണിത്. ശ്രീ മഹാദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളായ ശക്തി പൂജയും ശത്രു സംഹാര ഹോമവുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. മാത്രമല്ല ഇവിടെ 2 നേരവും അന്നദാനം കൂടി ഭക്തർക്ക് കൊടുക്കുന്നുണ്ട്. കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിശാലമായ സൗകര്യം തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്തായിരുന്നു ഇവിടുത്തെ കുളം ഉണ്ടായിരുന്നത്. കുറച്ചു നേരം അവിടേക്ക് സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഇതാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്നിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ പരശുരാമൻ സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന പുരാതന കേരളത്തിലെ 108 ദുർഗാ ക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്നാണ് പറയപ്പെടുന്നത്. സ്വർഗലോകത്ത് നിന്ന് ഈ പ്രദേശത്ത് പണ്ടെന്നോ കലാസാഹിത്യ രൂപിണിയായ മഹാസരസ്വതി ഒരു മിഴാവിൻ്റെ രൂപത്തിൽ വന്നു വീണുപോലും. മിഴാവ് അഥവാ മൃദംഗം വീണ സ്ഥലമാണ് പിന്നീട് മൃദംഗ ശൈല നിലയം എന്നായി മാറിയത്. കൊട്ടാരത്തിൽ ശങ്കുണ്ണി തന്റെ പ്രസിദ്ധ കൃതിയായ ഐതിഹ്യമാലയിൽ പരാമർശിച്ചിട്ടുള്ള ആ കഥ ഇങ്ങനെയാണ്. കഥകളിയുടെ ആദ്യ രൂപം കൊട്ടാരക്കര തമ്പുരാൻ സൃഷ്ടിച്ചെടുത്ത രാമനാട്ടമായിരുന്നു. കോട്ടയം തമ്പുരാനാണ് അത് പരിഷ്കരിച്ചെടുത്തത്. ഒരിക്കൽ ഇവിടെ ഇരുന്ന് ആട്ടക്കഥ രചിക്കുകയായിരുന്ന തമ്പുരാന് സ്ത്രീവേഷം സങ്കല്പിക്കാൻ നന്നേ ബുദ്ധിമുട്ടേണ്ടി വന്നു. അദ്ദേഹം പരാശക്തിയോട് പ്രാർത്ഥിച്ച സമയത്ത് ഭക്തവത്സലയായ ഭഗവതി ക്ഷേത്രകുളത്തിൽ നിന്ന് ഒരു സ്ത്രീ രൂപത്തിൽ പൊന്തി വന്നു. ആ രൂപത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് തമ്പുരാൻ കഥകളിയുടെ സ്ത്രീവേഷം സൃഷ്ടിച്ചത്. ഇന്നും കഥകളിയിൽ ആ രൂപത്തിലാണ് സ്ത്രീവേഷം പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ അരയ്ക്ക് മുകളിൽ മാത്രമേ ദേവി പൊന്തി വന്നുള്ളൂ എന്നാണ് കഥ. അതുകൊണ്ട് തന്നെ അരയ്ക്ക് താഴെ ഏത് നിറത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചതെന്ന് അറിയാൻ തമ്പുരാന് സാധിച്ചില്ല. ഇതിന്റെ കുറവ് വെളുത്ത വസ്ത്രം വെച്ച് നികത്തിയെടുക്കുകയാണ് ഇപ്പോഴും കഥകളിയിൽ. ഈ കഥകളൊക്കെ ഈ കുളത്തിന് സമീപത്തായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ കുറേ നേരം ഇരുന്ന് കാഴ്ചകളെ കണ്ടിട്ടായിരുന്നു നമ്മൾ മടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോയുടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.